ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീപോർട്ടിംഗ് ആണ്. അത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ചാനൽ ഇടുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അഗ്ലോണിമിൻ്റെ നമ്മുടെ അത്യാവശ്യം പ്ലാന്റ് വലുതായി വന്നതാണ് കേട്ടോ. വന്നത് നമ്മളിപ്പോൾ വീട്ടിൽ പട്ടിക്കുട്ടീനായിരുന്നു. അപ്പോൾ സംഭവം ഓടിയിട്ട് സംഭവം വീണ് തല പൊട്ടിപ്പോയി. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇതേപോലെ ലീഫൊക്കെ വന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ ഇന്ന് പുതിയ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വന്നതാണ് കേട്ടോ. സംഭവം ഈ ഹൈറ്റ് വന്നാണ്, സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ചെറുതായിട്ട് തന്നെ മുളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇനി വച്ച് വളർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡീപോർട്ട് ചെയ്യുന്നതാണ് വീഡിയോ. അപ്പോൾ ഈ പ്ലാന്റ് വന്നിട്ട് ഇതിലോട്ട് മാറ്റിയിട്ട് ഇത് വന്നിട്ട് ഈ സ്റ്റെമ്പ് വന്നിട്ട് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് മാറ്റാമെന്നാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റം നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെമ്പ് ഒടിയാതെ തന്നെ എടുക്കുക പരമാവധി. നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെമ്പ് വേരുകളും അതിലും ഉണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം വലിയ ചെടിയായിരുന്നു അതിൻ്റെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ എത്രത്തോളം വേര് ഇറങ്ങി വന്നിട്ടുള്ള അഗ്ലോണിമിൻ്റെ സ്റ്റെമ്പാണ്. ഇനി ലീഫ് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റട്ടോ. അത് ഇനി പുതിയതായിട്ട് ലീഫ് വരട്ടെ. ഈ ലീഫ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത്യാവശ്യം ലീഫൊക്കെ ഒടിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് വലിച്ച് കീറിച്ച് കളഞ്ഞ സംഭവം പിന്നെയും ചത്തുപോകും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് പോട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതും അതേപോലെ തന്നെ കറക്റ്റായിട്ട് കവർ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ് ബെസ്റ്റ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കീറി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെടിൻ്റെ വേര് സ്റ്റെമ്പുകൾ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കേണ്ട രീതി എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണ്ണ് കളയാതെ തന്നെ നമുക്ക് പരമാവധി വെക്കാൻ നോക്കുക. അങ്ങനെ തന്നെ വയ്ക്കാൻ നടത്തുക. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ നമ്മുടെ മുള്ള മണ്ണ് അതിലോട്ട് അടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ മണ്ണിൻ്റെ ബലപുഷ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചാണകപ്പൊടി, ഒരു പിടി ചാണകപ്പൊടിയോ നമ്മൾ നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 പൊടിയെങ്കിലും മണ്ണിലൂടെ പായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ബലപുഷ്ടി പോയി. അത്യാവശ്യം പ്ലാന്റൊക്കെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ഇത്തിരി വെള്ളവും കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് അതിന് ബലപുഷ്ടി വരാനായിട്ട് മണ്ണ് ഇട്ടിട്ട് ചാണകപ്പൊടി ഇട്ട് നമുക്ക് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുത്ത ശേഷം ഒരു കല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അഗ്ലോണിമിൻ്റെ പുതിയത് ഇതിൽ ഡീപോർട്ട് ചെയ്യാം. എന്നിട്ട് ചുറ്റോട് നമുക്ക് ചാണകപ്പൊടിയുള്ള മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതേപോലെ ഡീപോർട്ട് ചെയ്യുമ്പോൾ വലിയ ചെടിയാകുമ്പോൾ മാത്രം മാറ്റിയാൽ മതി കേട്ടോ. ഞാനിത് ഈ സംഭവം നമ്മുടെ ചെടി ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിപ്പോയത് കൊണ്ടാണ് ഡീപോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത്. പിന്നെ മണ്ണിൻ്റെ നമ്മളിപ്പോൾ ഒരു 3-4 മാസം മുമ്പ് വാങ്ങി വെച്ച പ്ലാന്റ് ആയിരുന്നേ, അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ട് വന്നായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇങ്ങനെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല, സെപ്പറേറ്റ് ജൈവവളമൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് മാത്രം മതി. ഇനി നമ്മൾ ഇപ്പോൾ ജൈവവളമായാലും ശരി, നമ്മുടെ ഇപ്പോൾ ചാണകപ്പൊടിയായാലും ശരി 1.5 മാസം നമുക്ക് ഇനി കഴിഞ്ഞിട്ട് മതി കേട്ടോ. അതിനുള്ള വളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നോക്കി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ഇതേപോലെയുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ഇനിയും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും, പ്ലാന്റിൻ്റെയും ഫിറ്റിങ്സിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.